ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൂടെ ഉള്ളത് അറബിയുടെ വണ്ടിയാണ് നമ്മൾ കൂടെ ഉള്ളത്. നമ്മൾ അറബിയുടെ വണ്ടിയിൽ സൈഡ് സ്കേർട്ട് വയ്ക്കാൻ പോവുകയാണ് ഗായ്സ്. സൈഡ് സ്കേർട്ട് ഇതായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൈഡ് സ്കേർട്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് സൈഡ് സ്കേർട്ട് വയ്ക്കുക എന്നുള്ളതാണ് പരിപാടി. അതിൻ്റെ കൂട്ടത്തിൽ KTM-ൻ്റെ റേഡിയേറ്ററും കൂടെ എടുക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ റേഡിയേറ്റർ മൊത്തത്തിൽ മരിച്ചു. ഞങ്ങൾ ഇന്നലെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. CM അൽ അറബി ഒടുക്കത്തെ ചൂട് മൈക്ക്. നമ്മൾ വീട്ടിലെത്തി. സൈഡ് സ്കേർട്ട് അളവെടുത്ത് കട്ട് ചെയ്യണം. കാരണം ഇതിന് ഈ പറഞ്ഞ ഇത്രയും ലെങ്ത് കൂടുതൽ വരും. കണ്ടതായി കണ്ടോ, ഇത്രയും ലെങ്ത് കൂടുതൽ വരും. അത് കട്ട് ചെയ്ത് തിരിച്ച് കയറ്റി കൊട്ടിച്ചൊക്കെയാണ് വയ്ക്കാൻ പോകുന്നത്. കൊണ്ടിരിക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ റേഡിയേറ്റർ നമ്മൾ ഡോമിനോറിൻ്റെ പോയി എടുത്തായിരുന്നു. പക്ഷെ സൂട്ടാവില്ല, വണ്ണം കൂടുതലാണ്. അപ്പോൾ തിരിച്ചിനി അത് കൊണ്ടു കൊടുക്കണം. ഇത് സെറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് ആ റേഡിയേറ്റർ കൊണ്ടു കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടിയുടെ സ്പ്രിങ്ങും കൂടെ ചെക്കുക. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ലോവർ ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ലീക്ക് ഒന്ന് പറ്റുന്ന റെഡി ആയിരുന്നു. അതിൻ്റെ പറഞ്ഞ പോലെ അവൻ്റെ ഹെഡ്ലൈറ്റിൽ ഒരു ചെറിയ ലീക്ക് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. അവൻ മേലത്തെ പേസ്റ്റ് വലിച്ച് ഇളക്കിയതാണ്. അവൻ തള്ളിയിരുന്നതിനെ അവൻ ചുരണ്ടി ഇളക്കി ഒട്ടിച്ച് വെച്ചിരുന്നേന്. അതിനെ ചുരണ്ടി ഇളക്കി വൈറ്റ് അടിച്ചില്ലടാ, പെയിന്റ് വൈറ്റ് അടിച്ചില്ല. വൈറ്റ് വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ അപ്പൊ സാൻഡിങ്ങിലേക്കാണ്. എക്സസ് ആയിട്ടുള്ള പാർട്ട് കട്ട് ചെയ്ത അതിൻ്റെ എൻ പീസ് കയറ്റി ഇതിൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് പെയിൻറ്റിങ്ങിന് വരണം. പിന്നെ ഈ പീസിലെല്ലാം കട്ടുകളാണ്. ഇവിടെ ഓരോ ക്ലാമ്പുകൾ വരും. ഇതുപോലത്തെ ക്ലിപ്പുകൾ വരും. ഈ ടൈപ്പ് ക്ലിപ്പുകൾ ഇവിടെ വരും. അതെല്ലാം കട്ട് ചെയ്തോളാം. ഇതുപോലെ ഇങ്ങനെ ഇതാക്കണ്ട, മൊത്തം വരും. മൊത്തം കട്ട് ചെയ്തോളാം. പ്ലെയർക്ക് പിടിച്ചാൽ പൊട്ടി വന്നോളൂ. 5 rupees. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ആ സൈഡ് ഇപ്പോൾ കട്ട് ചെയ്തതിന് ആ കട്ട് ചെയ്ത പീസ് തന്നെ ഉരുക്കി അതിൽ കയറ്റി ഒട്ടിച്ചു കൊടുത്താൽ സാധനം ഇരുന്നോളും. പിന്നെ പെയിന്റ് ഒരു സാമ്പറിട്ട് പിടിച്ച് പുട്ടിയൊക്കെ ഇട്ട് ലെവൽ ചെയ്തോളും. അപ്പോൾ നമുക്കിത് സാധനം എല്ലാ അടിപൊളിയായിട്ട് ഒട്ടിയിരുന്നോളും. കണ്ടോ, ഇപ്പോൾ നമ്മളിതെല്ലാം ഉരുക്കി ഇതുപോലെ ഈ സാധനം ഇങ്ങനെ ഒരു തീയിൽ വെച്ചോ ലൈറ്ററോ മെഴുതിരി എന്തെങ്കിലും വെച്ച് കത്തിച്ച് ഉരുക്കി അതിലൊക്കെ വെച്ച് കൊടുത്താൽ അപ്പോൾ ഉരുക്കുന്ന പോലെ കണ്ടോ. ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഉരുക്കി നമ്മൾ ഇതിൻ്റെ ഇത് കട്ട് ചെയ്ത് ബാക്കി എക്സസ് പീസ് തന്നെ ഒഴിക്കുകയും ചെയ്ത് അതിൻ്റെ മേലെ കൂടെ പ്ലാസ്റ്റിക്കും കുറച്ച് മണ്ണും കൂടെ ഒട്ടിച്ച് ബാക്കി ഇത് പെയിൻറ്റിങ്ങിന് പോകുമ്പോൾ അവർ മൊത്തം ഇതൊക്കെ പുട്ടിയിട്ട് വൃത്തിയാക്കി മുന്നിൽ സാൻഡ് പേപ്പറിന് വരച്ച് പുട്ടിയൊക്കെ ഇട്ട്. കാരണം ഇത് പ്ലാസ്റ്റിക് പീസ് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. എന്നുണ്ടെങ്കിൽ പെയിൻ്റ് ഇളകി പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും പുട്ടിയവർക്ക് ഉറപ്പായിട്ടും കാണും. അപ്പോൾ ഇത് അലൈൻമെൻ്റ് എല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി കൊണ്ടുപോയി പെയിൻറ്റിങ് ചെയ്യുമ്പോൾ മൊത്തം പുട്ടിയവർക്കൊക്കെ ചെയ്ത് വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റും. ഇങ്ങനെയാണ് നോർമലി ചെയ്യാറ്. അല്ലെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂടുതലായിരിക്കും, ടയർ പിടിക്കും. ഇതിപ്പോൾ കറക്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയൊക്കെ ചെറിയൊരു ഗ്രൂപ്പ് ഇതാണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ചൊന്ന് അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് അതുപോലെ ഈ സൈഡ്. കാരണം ഈ ഒരു പോർഷനിൽ കണ്ടോ, ഈ ഒരു പോർഷനിൽ കയറി നിന്നാലേ ഇവിടെ കയറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒരു തള്ളിച്ച് കാണും. ആ തള്ളിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കുഴിച്ച് കൊടുക്കണം. അതുപോലെ ആ സൈഡ് ഒന്ന്. പിന്നെ സെക്കൻഡിലോട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിരിക്കുകയാണ്. ഹരിത്ത് വന്ന് ആവശ്യം പോലെ ആനന്ദ് വല്ലി ആസ് ഓൾവേസ്. അപ്പോൾ 2 ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതിങ്ങനെ മണ്ണിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇതൊക്കെ പൊട്ടിയൊക്കെ ഇട്ട്, കാരണം ഇത് അകമാണ്, ഇത് അകം ഭാഗമായിരിക്കും. ഇത് പുറം ഭാഗം എല്ലാവരും പൊട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല പൊട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. 2 സൈഡും ഒട്ടിച്ചിട്ടുണ്ട് വൃത്തിയാക്കിയതാ. ഈ സൈഡിൽ ഇത്, ആ സൈഡിലൊന്ന് വെച്ചോ. അപ്പുറം സൈഡ് ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ ഓക്കെയാണ്. ഇവിടെ ഈ ഗ്യാപ്പാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ ആ സൈഡിലും ഉണ്ട്. കറക്റ്റാവും. ഇത് രണ്ടും കൂടെ കൊണ്ട് ഇനി കലേഷനോടെ പോയി ഒന്ന് ടെസ്റ്റ് ഫിറ്റ് ചെയ്യണം. ടെസ്റ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൽ സ്ക്രൂ ഉണ്ടല്ലോ, നമ്മളെ സെൽ സ്ക്രൂ കയറ്റി അടിച്ചു കൊടുക്കുക. ടെസ്റ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് സെൽ സ്ക്രൂവിനെ ഇളക്കിയതിന് ശേഷം ഇത് പെയിൻറ്റിങ് ഇടും. 1 ഇഞ്ചിൻ്റെ ഈ സാധനം പെയിൻറ്റിങ്ങിന് വിടുക. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ ഈ വണ്ടിയുടെ വീലെല്ലാം ഇളക്കി
ഇതിൻ്റെ സസ്പെൻഷൻ ഒന്ന് മീൻസ് സ്പ്രിങ് കട്ട് ചെയ്ത് നമ്മൾ ലോവർ ചെയ്യും വേണ്ടി നമ്മളെ വെൽഡിംഗ് ഷോപ്പിൽ വന്നു കേട്ടോ. ഇനിയിപ്പോൾ വീലിളക്കി ഇതിൻ്റെ സ്പ്രിങ് കെട്ടിയുള്ള പരിപാടിയൊക്കെയാണ്. ഫ്രണ്ട് ബാക്ക് സ്പ്രിങ് കെട്ടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വണ്ടി ഹൈറ്റിൽ നിർത്തുമ്പോൾ നമ്മളെ ഇതുണ്ടല്ലോ സൈഡ് സ്കേർട്ടും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നതും കൂടെ എടുത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങി, കാരണം വെള്ളം ഏകദേശം കുറച്ചും കൂടെ ഒന്ന് പോവാണ്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അതും കൂടെ ഗമ്മൊട്ടിക്കണം. അപ്പോൾ ഇന്നുകൊണ്ട് ഇതിൻ്റെ ലോറിങ് പരിപാടി നടത്തണം, സൈഡ് സ്കേർട്ട് വയ്ക്കണം, ഇതിൻ്റെ ഈ പരിപാടിയും കൂടെ സെറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തുള്ളതെന്ന് വെച്ചാൽ വണ്ടി റോളും കൂടെ ചെയ്യണം. കാരണം ഒരുപാട് ഒരു സംശയം ചോദിക്കുന്നുണ്ട് എങ്ങനെ ബോഡി റോൾ ചെയ്യാന്നുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് ബാക്ക് എങ്ങനെ റോൾ ചെയ്യാന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി ഇനി വണ്ടി ജാക്കിലെടുത്ത് വീലിളക്കി സസ്പെൻഷൻ ഇളക്കിയിട്ട് കാണാം. ജെസ്സിയും വീലിളക്കിയാണ് ഗൈസ്. ആണെന്നാ എന്തെങ്കിലും പറ. സ്പ്രിങ് ഊരി എടുത്തു. ഒരു സൈഡ് നമ്മൾ ഇളക്കി, ഒരു സൈഡ് സ്പ്രിങ് ഇളക്കി. കുറച്ച് ഡ്രോപ്പ് മതി എല്ലാടോ. അവനിപ്പോ തൽക്കാലം നമ്മളിപ്പം 10 കട്ട് ചെയ്തെന്നാ വിചാരിക്കുന്നത്. 10 ഇട്ട് നോക്കും. 10 ഇട്ട് നോക്കിയിട്ട് എന്താണ് അവസ്ഥയെന്ന് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ. അപ്പോൾ ഫസ്റ്റ് സ്പ്രിങ് കട്ട് ചെയ്ത് കേട്ടോ, എക്സസ്. ബാക്കി ഇതിൻ്റെ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു സ്പ്രിങ് എടുത്തിട്ട് നോക്കിയതിന് ശേഷം ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ആ സ്പ്രിങ് ഇട്ട് ഒന്ന് നോക്കട്ടെ, അളവ് കറക്റ്റാണോ നോക്കി, സ്റ്റാൻസ് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ബാക്കി ചെയ്യും. സ്പ്രിങ് കൊണ്ട് ഇടാൻ പോകണം കേട്ടോ. കറക്റ്റിനകത്ത് കയറ്റി ഇപ്പം 13 ഇഞ്ചാണ് സ്റ്റോക്ക് വരുന്നത് കേട്ടോ സ്പ്രിങ്. അത് നമ്മൾ 10 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ചാൻസ് വേണ്ടി വരും എന്നുള്ളത്. ഇത് കഴിഞ്ഞൊന്നും ഇട്ടോ കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും, നോക്കാം. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഇളക്കേണ്ടി വരും. എന്താണ് അവസ്ഥ നോക്കിയിട്ടാണ് 13 ആയിരുന്നു കട്ട് ചെയ്ത് ഒരെണ്ണം കൊണ്ടുപോയി ഉണ്ടാത്തത്. നമ്മൾ 10 മാർക്ക് കേട്ടിട്ടുണ്ട്. 10 അതായത് നമ്മളെ മാമ വന്നിട്ടുണ്ട് കട്ടയും. കറണ്ട് പോയാ കട്ടയാണ്. അടുത്ത കയറാ മറ്റേ സെറ്റായ ഇതുവരെ സ്പ്രിങ് ആയിട്ട് സെറ്റ് വേണ്ടിയിരിക്കും. അതൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇത് വളരെ പരിപാടിയായിട്ട് നല്ലൊരു പരിപാടിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അടുത്ത കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പ്രിങ് ആണാ പെണ്ണാണോ നോക്കണേ നീ രണ്ടും കേട്ടത്. അതിൻ്റെ സ്പ്രിങ് കട്ട് ചെയ്ത് നമ്മൾ ഷോക്ക് തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വണ്ടി ഇറക്കിയാലേ ഇപ്പോൾ ടെൻഷൻ കുറവാണ്. വണ്ടി ഇറക്കിയാലേ കറക്റ്റ് ടെൻഷൻ കിട്ടും സ്പ്രിങ്ങിന്. വാടാ. അപ്പോൾ ബാക്കി ഈ സൈഡ് സെറ്റ് ഞാനും സെറ്റ് ചെയ്താൽ ഊരി പോകുന്ന അറിവിടാം. എന്നാലും നോക്കാം. ജുവാദേ ഹെഡ്ലൈറ്റ് ഒട്ടിക്കാൻ പോയി. ഇടത്ത സൈഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ജസീം അവിടെ ഹെഡ്ലൈറ്റ് ഒട്ടിക്കാൻ. ജസീമും ആനത് വലിയ ഹോള്. ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തേ. വണ്ടി കഴിയപ്പോൾ ഇത് പൊങ്ങിക്കണമെന്ന് പറഞ്ഞ് വലിച്ചിളക്കി കളഞ്ഞത് മൊത്തം. അത് മാത്രമല്ല ഇവിടെയൊക്കെ പൊട്ടലുണ്ട്. ഇറങ്ങുന്നു. തേച്ചിങ്ങനെ പിടിപ്പിച്ച് വിടാ. തേച്ച് പിടിപ്പിച്ച് വിട്. ടർബോ ചെയ്താലേ അളിയാ ഇന്ത്യക്ക്. റെയർ ജാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സസ്പെൻഷൻ്റെ ഒരു കണക്ഷൻ ഊരിയിട്ട് സ്പ്രിങ് ഊരിയെടുത്ത് ഇനി അങ്ങോട്ട് കട്ട് ചെയ്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഫ്രണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻസ് കിട്ടി. ഇനി ബാക്കും കൂടെ ഇറക്കി റോഡ് ഇറക്കിയിട്ട് കറക്റ്റ് കാണിച്ചിറങ്ങാന്നുള്ളൂ. അപ്പോൾ ബാക്കിന് അടുത്ത ബാക്ക് കെട്ടിന
സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എളുപ്പമാണ്. ജാക്കി നിർത്തുക, വീല് വീലേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ അടിയിൽ കയറുക, ബാക്ക് സസ്പെൻഷൻ്റെ ഒരു കണക്ഷൻ ഊരി ഇട്ട് കഴിഞ്ഞാൽ വീലിംഗ് ഇതാണെന്നുള്ളൂ. പിന്നെ നമുക്ക് ആ സ്പ്രിങ് ഊരി എടുക്കാം കേട്ടോ. 2 വർഷത്തേക്ക് ജുബാദിന് തിളക്കരുത്. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ മേടിക്കണം. അടിച്ചിട്ടുണ്ട്, പട്ടിക്ക് ഇറക്കിട്ട് കൊടുക്കുക. ഇതിന്റെ അളവെടുത്ത് കട്ട് ചെയ്യണം. നാരമുണ്ട്. ഇങ്ങനെ നോക്കാം. 12 നന്നായി, ഓൾമോസ്റ്റ് 12 അടിച്ചിട്ടുണ്ട് കേട്ടോ. 8.5 വെച്ച് അടിക്കാം. 8 വെച്ച് അടിക്കാം. ഇവിടെ മാർക്ക് ചെയ്തോളൂ. നമുക്ക് 12 സെൻറ്റിമീറ്റർ, മറ്റത് 13 സെൻറ്റിമീറ്റർ. നമ്മളത് 10 ആക്കി. ഇത് 8.5 വെച്ച് 8 വെച്ച് കട്ട് ചെയ്യാൻ വിചാരിച്ചു. നോക്കാം. സെന്റിമീറ്റർ അല്ല, സോറി, ഇഞ്ചാണ് കേട്ടോ. അല്ല കുഴപ്പമില്ല, സെന്റിമീറ്റർ അല്ല, ഇഞ്ചാണ്. കറക്റ്റ് 8.5 ഇഞ്ച് വെച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് 8.5. ഓക്കെ. റോളിംഗ് കൊടുക്കും. നമ്മൾ റോളിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളത് കൂടെ കാണിക്കും. ബോഡി റോളിംഗ്, ടയർ പിടിക്കുക. ഈ റോളിംഗ് ഇല്ല, അതല്ല. നല്ല ടോപ്പായിരിക്കും. കട്ട് ചെയ്താണ്. ബിൽഡിംഗ് ഇല്ല. അപ്പുറം നോക്കിയോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് തോന്നുന്നു. ഇനി വണ്ടി ഇറക്കിയിട്ട് നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ റോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ റോൾ ചെയ്യണം എങ്ങനെയാണെന്നും കൂടെ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. റോൾ ചെയ്യാനാണ് നമ്മൾ ഇത്രയും പേര് അല്ലേ? അതിനാണ് വെയിറ്റ് ഉള്ള വണ്ടി. ഫിറ്റ്മെന്റ് ഗായ്സ്, കട്ടിംഗ് ആൻഡ് ക്രോപ്പിംഗ് ബൈ ജസീം ജാവദ്. ജുബാദ് കിളിയും. ജുബാദ് അറബി യു ആർ കിളിഞ്ഞലഹ. എന്താ കഷ്ടപ്പാട് കണ്ടല്ല. അപ്പോൾ ഗായ്സ്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ വർക്ക് എടുക്കുന്നുണ്ട്. നമ്മളൊരു ഓട്ടോമോട്ടീവ് ഫീൽഡ്, ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ വർക്ക് എടുക്കുന്നു കേട്ടോ. ഡെൻറ്റിങ് ആവട്ടെ, പെയിൻറ്റിങ് ആവട്ടെ, കസ്റ്റം വർക്ക് ആവട്ടെ, അലൈവ്സ്, ടയേഴ്സ്, എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സെന്നാവട്ടെ, വേറെ ഏത് വണ്ടി ആവട്ടെ, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ഞങ്ങൾ സോഴ്സ് ചെയ്തെടുത്ത് ഫ്രീലാൻസ് ആയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒരു സമയം എടുക്കും, എന്നാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ജെസിയും ഹരിത്ത് നമ്മളെല്ലാം കൂടെ ട്രൈബ് ജി ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ പേര്. അതിൻ്റെ ലിങ്ക്, ആ പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കയറി ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കി എന്ത് വർക്ക് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. സപ്പോർട്ട് തുറന്നണ്ട. സൈലന്റ് പ്രോ അല്ലേ? അടി ഞാൻ അങ്ങനെയാണ് മറ്റേ 800 സ്ക്രൂ ഒന്നും അടിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ ഈ സൈഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൈഡ് സ്കേർട്ട് ഈ സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പർ സൈഡ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉറച്ചു വിടാളിയാ. സെയിം സീനുണ്ട്. അപ്പോൾ അത് മൊത്തം നമ്മൾ നാല് സൈഡ് സ്ക്രൂ അടിച്ചു. 1 2 3 4 അടിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ഇതുപോലെ അപ്പർ സൈഡ് കൂടെ അടിച്ചാൽ ഇവിടുത്തെ സൈഡ് സ്കേർട്ടിൻ്റെ പരിപാടി. എന്താ അണ്ണ എന്തിനാ പറയണ
ഞാൻ ഇവിടെ ഓർമ്മ അടിക്കേണ്ടി വരും. ആ ഒരെണ്ണമെങ്കില്ല ഇല്ല ഇല്ല പക്ക കുഴപ്പമില്ലണോ ഓക്കെ അങ്ങോട്ട് പോട്ട് 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 ആ പോട്ട് ആ ആ ആ ആ ആ ആ മതി. ഇനി അപ്പോൾ ഈ സൈഡിൽ ജാക്കി ഇറങ്ങാം. ഈ സൈഡ് സ്കർട്ടും വെച്ച് കേട്ടോ. ഇനി അടുത്ത ഹെഡ്ലൈറ്റും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇനി ബാക്ക് ഇളക്കി ചെയ്യാൻ നല്ല രസമുണ്ട്. അത് മാത്രമല്ല ഈ ഫ്രണ്ട് ലിപ്പും ബ്ലാക്കാണ്, നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയേ ആ ബ്ലാക്ക് സൈഡ് സ്കർട്ട് ചേർന്നുണ്ട്. കാരണം ഫ്രണ്ട് ലിപ്പ് ബ്ലാക്കാണ്, അതിൻ്റെ കൂടെ ഈ ഡോറിൻ്റെ ബീഡിങ് ബ്ലാക്കാണ്, അതിൻ്റെ കൂടെ സൈഡ് സ്കർട്ട് ചേർന്നുണ്ട് കേട്ടോ. അതുപോലെ അപ്പോൾ ബാക്ക് വീല് നമ്മൾ ഇളക്കി നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഉടനെ ഈ ബാക്ക് വീലും ഇളക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ കേട്ടോ. തറ ഇറക്കി കഴിഞ്ഞാൽ നോക്കാം എങ്ങനെയാണ് സ്റ്റാൻസ് എന്നുള്ളത്. അപ്പോൾ അതിനോട്ട് നോക്കി ബാക്ക് സ്റ്റാൻസ് ഇതാണ് കേട്ടോ. ബാക്കിൽ നിന്ന് ഇറക്കി ബാക്ക് കറക്റ്റ്. ഇനി ബാക്ക് ഒന്ന് റോൾ ചെയ്യണം, ഫ്രണ്ട് റോൾ ചെയ്യണം. അതിപ്പോൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ട് നോക്കും കേട്ടോ. സെറ്റ് എങ്ങനെയുണ്ട്? ഈ ഒരു പൈപ്പ് കയറ്റി റോൾ ചെയ്യണം ബോഡി. ബൾബ് അതിനകത്ത് പോയാ ബൾബ് ഇറങ്ങാൻ പാടും. മറ്റേ അന്നേ ടൈറ്റ് ഉണ്ടായിരുന്നു. എല്ലാ വർക്കും നമ്മളെടുക്കും. ഒരു മുഖം കണ്ട ഇങ്ങനെയാണ് വീല്. ഈ ടയർ 15 ചലവസ് ഇട്ട് കഴിഞ്ഞാൽ ടയർ ബോഡി പിടിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് ഇങ്ങനെയാണ്. ഒരു അടിച്ച് ബെൻഡാക്കിയിട്ടുണ്ട്. അടിച്ച് ബെൻഡാക്കിയ ശേഷം ഒരു കമ്പി കയറ്റുക, ബാക്കിൽ വെയിറ്റ് ഇരുത്തുക, പയ്യതായി ആ കേട്ടോ. ശകലം പയ്യവാ ചാട്ടണേ. ആ ചാട്ടിയോ കുറച്ച് വേഗട്ടോ. ഓക്കെ ഇനി വണ്ടി ശാലം ബാക്കിലോട്ട് ബാഗ് വാ പതുക്ക അനക്കെടുത്തായി. പോട്ട് ആ മതി. ഇനി റിവേഴ്സ് എടുത്തേ, പതുക്കെ എടുക്ക. ഇത് കണക്ക് പോട്ട് അരട്ട് ആടാ. വന്നോ ആ മതി. കുറച്ച് ബാഗ് എടുത്തോണ്ട. ആ മതി പോരി. ഫ്രണ്ട് കാലെടുത്ത് എടുത്തേ കാച്ചേ. ആ ഞാൻ എടുത്തോ. ബോഡി റോളായി പറഞ്ഞ ബോഡി എങ്ങനെ ഇനി റിവേഴ്സ് പതുക്കെ എടുത്തേ. ഈ ബോഡി ഇത് മതി. എണീറ്റോളൂ. ഇതുപോലെ വണ്ടിയിൽ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഈ സൈഡ് കറക്റ്റ്. അപ്പൊ വെയിറ്റ് കയറിയോണ്ടാണ് ഈ സൈഡ് കറക്റ്റ്. ആ സൈഡ് ഒന്നും കൂടെ ചെയ്യണം. ഇവിടെ കുറച്ചും കൂടെ ഇറക്കണോ? കുറച്ചും കൂടെ ഇറക്കണം. അല്ലെങ്കിൽ തട്ട് ഇവിടെ കുറച്ചും കൂടെ. ഫ്രണ്ടിലോട്ടെ ഒന്നും കൂടെ ചെയ്യാണ്ട്. പോട്ടെ പോട്ട് അണ്ണാ ഫ്രണ്ട് തട്ടു നോക്കിയാണ്. പോട്ട് ചേർന്ന് റേസിങ്
ആ മതി. മതിടാ. തിരിച്ച് റിവേഴ്സ് കണക്ക്. ആ ആ നട്ട് നട്ടാ പതുക്കെ എടുത്തായി. ആ കമ്പി ബാക്കിലത്തെ കമ്പി വെക്കണം. എന്നാ ബാക്കിൽ അവിടെ മാറ്റടാ കുഴപ്പമില്ല. ആ മതി ഇറങ്ങണം. ഓക്കെ ആണ്. സൈഡ് അതും കൂടെ ആ സൈഡ്. ബാക്കി നമ്മൾ ഉദ്ദേശിച്ച വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി ഇറക്കിയാണ്. ഇങ്ങോട്ട് ആ നൂന്നുവാ ഇനി നൂന്നുവാ ആ വാ നൂന്നുവാ. ഫ്രണ്ട് ടൈറ്റ് ചെയ്തു, ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. വണ്ടി ലോറും ചെയ്തു, ഈ പറഞ്ഞ പോലെ സൈസ് കട്ടും അടിച്ചു. കുറച്ച് റിവേഴ്സ് എടുത്തിട്ടോ. അതിപ്പോ ഈ സൈഡ് ചാരി ഞാനും തല്ലി ഇരിക്കുക. ഞാൻ തല്ലി ഇറങ്ങാം ഇങ്ങോട്ട് കാശി. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഫുൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ സ്പ്രിങ് കട്ട് ചെയ്തിട്ടുണ്ട്, കസ്റ്റം സ്പ്രിങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബോഡി റോൾ ചെയ്തിട്ടുണ്ട്, സൈഡ് സ്കേർട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു ലീക്ക് ഉണ്ടായിരുന്നു, അതും ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജുബാൻ്റെ വണ്ടി വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ജുബാദിൻ്റെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുപോലെ വണ്ടി ലോർ ചെയ്യണ കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സൈഡ് സ്കേർട്ടും ഹെഡ്ലൈറ്റും സെറ്റ് ചെയ്ത് കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. ലോർ ചെയ്യണ പരിപാടി നടക്കൂലെന്നാണ് ജുബാദിൻ്റെ പറഞ്ഞിട്ടുള്ള. ജുബാദ് ഇപ്പോൾ ജോലിക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് ജുബാദിന് സർപ്രൈസ് ആയിട്ട് ഇത് കൊണ്ടുപോയി ലോർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ലാസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഇനി ജുബാനെ പോയി കണ്ടിട്ട് എന്താണെന്ന് നോക്കാം. ഞങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നടക്കും. ചേട്ടാ ആ വണ്ടി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചേട്ടനും ഞാനും നമ്മുടെ ടീമെല്ലാം കൂടെ പോയി ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകും. ചായ കുടിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ നെടുങ്ങോട് പോയി ജുബാദിനെ വണ്ടി കാണിക്കും, എന്നിട്ട് വീഡിയോ ക്ലോസ് ചെയ്യും. അപ്പോൾ ബാക്കി ഇനി ജുബാനെ കാണാൻ കാണാം ഗൈസ്. ബൈ. അപ്പോൾ നമ്മൾ ജുബാദിൻ്റെ ഷോപ്പ് എത്തി കേട്ടോ. ജുബാദിന് അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ ലോറി ചെയ്ത കേസാവും നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ലെന്നാണ് പറഞ്ഞത്. സൈഡ് സ്കേർട്ട് മാത്രം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോറി ചെയ്ത് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കാണട്ടെ. നിൽക്കണം മാസ്ക് വെച്ചോണ്ടിരിക്കുന്നു. അറബി ഇവിടുത്തെ മാനേജറാണ് ജോർജിന്റെ. ജോർജ് ഉള്ള കയ്യില കൊച്ചു മാന്തി തന്നറിയാം. എങ്ങനെ ഉണ്ടോ നോക്കണം മൈരെ. ആ സൈഡിൽ പോയി നോക്ക്. ബാക്കി നോക്ക്, ബാക്കി വീലിന്റെ അവിടെ നിന്നൊക്കെ നോക്ക്. നിനക്കത് ചെവിത്തില്ലേ ലോറി ചെയ്തടാ. ഈ ചെവിയിലെ കിട്ടവ എന്റെ പൊന്നളിയാ. ലോറി ചെയ്ത് നീ ആ സൈഡിൽ പോയി നോക്ക്. സൈഡിൽ നോക്ക്. പൊട്ട കാണാൻ മനസ്സിലായില്ല ഗൈസ്. അത് നോക്കിയതൊന്നുമില്ല. അവന്റെ റിയാക്ഷൻ എടുക്കട്ടെ ഗൈസ്. എടാ നിനക്ക് ബുദ്ധി പൗരമില്ല എളിയാ. നിനക്ക് എന്തളിയാ നിനക്ക്? നീ എന്ത് സിനിമ കാണാൻ മുണങ്ങി വാ. വണ്ടി താന്ന് നോക്ക്. പെയിന്റിങ് ഇതിന്റെ പെയിന്റിങ് വർക്കേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടേ. ജുബാദ നമ്മളെ വർക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി തന്നെ. മാസ്ക് ഊരി പറ.
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജുബാനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് അവനെ ഹാപ്പിയാണ്. ഇവ ഈ പൊട്ടക്കണ്ണൻ ഇവനെ ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇവ ഇന്ന് പറഞ്ഞപ്പോ നമ്മള് മൊണ്ടി അടിച്ച് സാധനം ചെയ്യാൻ പറ്റൂലെന്ന് കഥ ചുമ്മാ കഥ കിട്ടാ സർപ്രൈസ് മുടിച്ചു കളഞ്ഞുള്ള മഹാഭാവി. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ സംബന്ധിച്ചുള്ള വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വർക്ക് നമ്മളെ തന്നെ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ വർക്കിനോ അല്ലെങ്കിൽ ഐഡിയാസിന് വേണ്ടിയിട്ടോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.